ഇവിടെ ക്വീൻ ഫേക്ക് DNA റിപ്പോർട്ടാണ് കാണിച്ചതെന്നും പറഞ്ഞിട്ട് അമ്മൂമ്മയും കിയാനും അവളെയും ചേൻസിയെയും വീട്ടിൽ നിന്ന് പുറത്താക്കും. വളരെ സങ്കടത്തോടെ ചേൻസി അമ്മയോട് അമ്മേ അച്ഛൻക്കെന്താ നമ്മളെ ഇഷ്ടമില്ലാത്ത, ചേൻസിക്ക് ഇതൊന്നും സഹിക്കാൻ വയ്യ എന്ന് കരഞ്ഞുകൊണ്ട് പറയും. ഇതെല്ലാം മുകളിൽ നിന്ന് കിയാൻ സങ്കടത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഫേക്ക് ചേൻസി അവളുടെ അമ്മയായ വെൻവെന്നിനോട് അമ്മേ ഇനി എനിക്ക് നുണ പറയാൻ വയ്യ, ഞാൻ നുണ പറഞ്ഞ് മടുത്തു, നുണ പറയുന്നതൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയും. അന്നേരം വെൻവെൻ മോളെ നീ കുറച്ചു ദിവസം കൂടെ സഹിച്ചാ മതി, അതിനുശേഷം ഈ വലിയ ബംഗ്ലാവ് നമുക്ക് സ്വന്തമാകും, നീ അതിലെ ലിറ്റിൽ പ്രിൻസസും ആയിരിക്കും, കൂടാതെ അങ്കിൾ കിയാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും, നിന്റെ അച്ഛനേക്കാളേറെ അയാൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും പറയും. അന്നേരം ഈ കുഞ്ഞും എനിക്ക് എന്റെ അച്ഛനേക്കാൾ ഇഷ്ടം അങ്കിളിനെയാണെന്നും പറയും. പിന്നീട് ഈ വെൻവെൻ കിന്നിന്റെയും ചേൻസിയുടെയും അടുത്തേക്ക് ചെന്നിട്ട് ചേൻസിയുടെ ബാഗ് എടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തിട്ട് പൊക്കോണം രണ്ടാളും, ഇനി മേലിൽ ഈ പരിസരത്തേക്ക് തന്നെ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് ആട്ടിവിടും. അവരും അവിടെ നിന്ന് വളരെ സങ്കടത്തോടെ തിരിച്ചു പോകും. ഇവിടെ ചേൻസിയും കിന്നും അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേൻസി നല്ല ഉറക്കത്തിലാണ്. അങ്ങോട്ട് അവളുടെ ഫ്രണ്ട് ജിന്ന് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവൻ അവളോട് വെൻവെൻ ആരാണെന്നും 5 വർഷം മുന്നേ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്നും അതാണ് ആ ഫേക്ക് ചേൻസി എന്നും പറയും. കൂടാതെ ആ കുഞ്ഞിന്റെ അച്ഛൻ ക്യുയാന്റെ സെക്രട്ടറി ആണെന്നും പറയും. എല്ലാ തെളിവുകളും കാണിച്ചുകൊണ്ടായിരിക്കും ജിൻ കിന്നിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ കിൻ പറയും എന്നാൽ ആ സെക്രട്ടറിയുടെ പണിയായിരിക്കും നമ്മുടെ ഈ DNA റിസൾട്ട് മാറ്റിയതെന്നും പറയും. പിന്നീട് കാണിക്കുന്നത് കിയനും ചേൻസിയും ഒരു ഷോപ്പിൽ വന്നിട്ട് ടോയ് വാങ്ങുന്ന രംഗമാണ്. ആ ടോയിൽ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന ചിത്രമായിരുന്നു. അത് ചേൻസിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് ചേൻസി എന്ന് പറഞ്ഞ് വാങ്ങുകയും ചെയ്തു. അങ്ങനെ അവരവിടുന്ന് പോകുന്ന സമയത്താണ് അങ്ങോട്ട് വെൻവെനും കുഞ്ഞും കിയാനും വരുന്നത്. ചേൻസിയുടെ കയ്യിലെ ടോയ് കണ്ടിട്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അവള് വാശി പഠിക്കും. കിയാൻ കിന്നിനോട് അത് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ അതിന് കാശ് തരാമെന്നും പറയും. അന്നേരം ചേൻസി ഇല്ല തരില്ല എന്ന് പറയും. അന്നേരം ഈ ഫേക്ക് ചേൻസി അതിന് നിനക്ക് അച്ഛനുണ്ടോ എന്നും ചോദിച്ച് അവളുടെ കയ്യിലെ ആ ടോയ് താഴേക്കിട്ട് പൊട്ടിക്കും. അതിൽ ചേൻസിക്ക് വളരെ സങ്കടം ഉണ്ടാകും. എന്നിട്ട് ഫേക്ക് ചേൻസി അവളെ കൊഞ്ഞനം കുത്തി അവളെ കളിയാക്കും. അന്നേരം അങ്ങോട്ട് ജിന്നു വരും. എന്നിട്ട് അവൻ ചേൻസിയോട് മോള് വിഷമിക്കണ്ട, ഞാനും ആന്റി ഏട്ടോങ്ങും കല്യാണം കഴിക്കാൻ പോകണേ, അപ്പോ നിനക്ക് നല്ലൊരു അച്ഛനെയും അമ്മയും കിട്ടുമെന്ന് പറയും. ഇത് കേട്ടിട്ട് കിയാന് കൈ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജിൻ ചേൻസിയെയും എടുത്ത് കിന്നിന്റെ കൈയും പിടിച്ച് അവിടുന്ന് പോകും. ഇത് കേട്ട് വെൻവെൻ എന്ത് നല്ല വാർത്തയാണ്, അങ്ങനെയും ഈ 2 മാരണങ്ങൾ ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് പറയും. അന്നേരം കിയാൻ ഫേക്ക് ചേൻസിയുടെ കൈ പിടിച്ചിട്ട് മോള് വിഷമിക്കണ്ട, അച്ഛൻ ഇതിലും നല്ലൊരു ടോയ് മോൾക്ക് വാങ്ങിത്തരാമെന്നും പറയും. അങ്ങനെ ക്യുയാൻ ആ പൊട്ടിയ ടോയുടെ കാശ് പേ ചെയ്യാൻ പോയ സമയത്ത് അങ്ങോട്ട് വെൻവെനിന്റെ അടുത്തേക്ക് അവന്റെ സെക്രട്ടറി വരും. എന്നിട്ട് അവളോട് മതി, നീ ഈ കളിച്ചതെല്ലാം നിർത്ത്, വാ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയും. അന്നേരം അവള് ദേഷ്യത്തോടെ ഓരോന്ന് പറയുന്നത് ഇവിടെ ക്വീൻ കാണുകയുണ്ടായി. വെൻവെൻ ആ സെക്രട്ടറിയോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞ് അവിടുന്ന് പോകും. ഇത് സെക്രട്ടറിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കും. കാശിനു വേണ്ടി എങ്ങനെയൊക്കെ ചെയ്താൽ പോരെ, എന്റെ കുഞ്ഞിനെയും വെച്ച് അവനെയും കെട്ടി നീ അങ്ങനെ സുഖിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ റിവെഞ്ച് ചെയ്യാൻ പോകവേ വെൻവെനിന്റെ ആളുകൾ വന്ന് അവനെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകും. അവർ അവനെ ജീവനോടെ കുഴിച്ചിടാൻ ഒരു കുഴി തോണ്ടുകയാണ്. മറ്റാരോ ഫോണിൽ വിളിച്ചിട്ട് ആ മേഡം ഞങ്ങൾ അവനെ പൊക്കിയിട്ടുണ്ടെന്ന് പറയും. ഇതെല്ലാം കാറിന്റെ ബേക്കിൽ ഇരുന്നിട്ട് സെക്രട്ടറി കേൾക്കും. ശേഷം അവൻക്ക് കഴിയാവുന്ന രീതിയിൽ അവൻ അവിടെ നിന്നും രക്ഷപ്പെടും. കാരണം അവന്റെ കൈയും കാലും അവർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. ഇവിടെ ക്യുയാൻ അവനും കിന്നും തമ്മിലുള്ള പഴയ വെഡിങ് ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് മുത്തശ്ശി വന്നിട്ട് മോനെ ചേൻസിയെയും വെൻവെനിനെയും കാണാനില്ല എന്ന് പറയും. ഇത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുന്ന ടൈമിൽ അവന്റെ ഫോണിലേക്ക് കിന്നിന്റെ കോൾ വരും. മിസ്റ്റർ കിയാൻ വെൻവെനും കുഞ്ഞും എവിടെയാണെന്നും ആ സ്ഥലവും അവൾ അവൻക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവൻ അവരെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് പോകും. ഇവിടെയും മുത്തശ്ശി ഇതെല്ലാം ഈ കിന്നിന്റെ പണിയാകും, അവളെന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നേ എന്നും പറഞ്ഞ് പിറുപിറുക്കും. അവിടെ എത്തിയ കിയാൻ ഇത് ഇവളുടെ പണിയാണെന്നും കരുതിയിട്ട് ഇവളോട് ചൂടാകും. അന്നേരം ഇവളെ ഇത് ചെയ്തത് ഞാനല്ല, നിങ്ങളുടെ അസിസ്റ്റന്റ് ആണെന്നും പറയും. ഇവിടെ ഈ അസിസ്റ്റന്റ് വെൻവെനിനോട് എനിക്ക് എന്റെ കുഞ്ഞിനെ താ, ഞാൻ അവളുടെ അച്ഛനാണ്, ഞാൻ അവളെ കൊണ്ടുപോകാണെന്നും പറഞ്ഞിട്ട് ചേൻസിന്റെ കൈ പിടിക്കാൻ ശ്രമിക്കവേ വെൻവെൻ അവന്റെ കൈ തട്ടിമാറ്റും. എന്നിട്ട് ചേൻസി ക്യുയാന്റെ കുഞ്ഞാണ്, അവളിവിടത്തെ ലിറ്റിൽ പ്രിൻസസ് ആണെന്നും പറയും. മതി, നിന്റെ നാടകം നിർത്ത്, 5 വർഷം മുന്നേ നീ പ്രസവിച്ച എന്റെ കുഞ്ഞാണിത്. അവൻ എന്ത് പറഞ്ഞിട്ടും വെൻവെൻ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഈ കോൺവെർസേഷൻ എല്ലാം അപ്പുറത്ത് നിന്ന് ഇവരും കേൾക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നീ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ, അവരുടെ കയ്യിൽ നിന്നും എന്റെ മകളുടെ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്, നീ നിന്നെ പോലെ അവളെയും നുണ പറയാൻ പഠിപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അവൻ ഫേക്ക് ചേൻസിയുടെ കൈയും പിടിച്ചിട്ട് കൊണ്ടുപോകാൻ നിൽക്കവേ അങ്ങോട്ട് കിയാൻ വരും. അന്നേരം നമ്മുടെ കുഞ്ഞിനെ ഇവർ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കാണ്, രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അവൻ അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്, ഇവളല്ല നിങ്ങളുടെ കുഞ്ഞ് ക്വീനിന്റെ കയ്യിലുള്ള ചേൻസിയാണ്, DNA ടെസ്റ്റ് ചേഞ്ച് ചെയ്തത് ഞാനാണ്, അതും ഈ വെൻവെൻ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയും. ഉടനെ ക്യുയാൻ വെൻവെനിന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഇനിയും ഞങ്ങൾ നീ പറയുന്നത് വിശ്വസിക്കണം, നിനക്ക് ഞങ്ങൾ എത്ര ചാൻസ് തന്നു, നീ എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റിയിട്ട് ഞങ്ങളെ
പറ്റിക്കുമായിരുന്നു. അന്നേരം മുത്തശ്ശി വന്നിട്ട് അവന്റെ കൈ പിടിച്ചിട്ട് മാറ്റും. എന്നിട്ട് ഇത് ഫേക്ക് ചേൻസിയാണ്, നമ്മുടെ റിയൽ ചേൻസിയെ കണ്ടുപിടിക്കണമെന്ന് പറയും. എന്നിട്ട് മുത്തശ്ശി വെൻവെനിന്റെ അടുത്തേക്ക് പോയിട്ട് ഓളെ മോന്തക്കിട്ട് ഒരു അടിയും കൊടുക്കും. അന്നേരം കിയാൻ അസിസ്റ്റന്റിനോട് അപ്പോ എന്റെ ചേൻസി എവിടെയെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ കിയാൻ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ചേൻസിയെ കാണിച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ഫാമിലിയിലെ ബ്ലഡ് എന്നും പറയും. കൂടാതെ ആകെ വിഷമം തോന്നി നമ്മുടെ ഫേക്ക് ചേൻസിയും കിയാനോട് സോറി അങ്കിൾ, എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം അമ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണെന്നും പറയും. അങ്ങനെ കിയാൻ ഒറിജിനൽ ചേൻസിയുടെ അടുത്ത് പോയിട്ട് അപ്പോ നീയായിരുന്നു എന്റെ പൊന്നുമോൾ, മോള് അച്ഛനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് മോൾ അച്ഛന്റെ കൂടെ വാ, ഞാൻ നിന്നെ നന്നായി നോക്കാമെന്നും പറയും. അന്നേരം ചേൻസി അവനെ തട്ടിമാറ്റിയിട്ട് നിങ്ങൾ എന്റെ അച്ഛനല്ല, നിങ്ങൾ എന്റെ അങ്കിളാണെന്ന് പറയും. അവനും അല്ല മോളെ, ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞ് വീണ്ടും അടുത്തേക്ക് പോകും. പക്ഷെ അവൾ പേടിച്ച് മാറി നിൽക്കും. അന്നേരം അങ്ങോട്ട് ജിൻ വന്നിട്ട് അവൾക്കിപ്പോ ഒരു പുതിയ അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ എടുത്തോണ്ട് അവിടുന്ന് കിന്നിനെയും കൂട്ടി അവിടുന്ന് പോകും. മുത്തശ്ശിക്കും ആകെ സങ്കടമാകും. കിയാൻ അവരുടെ പിറകെ ഓടിപ്പോയിട്ട് വീണ്ടും ചേൻസിയുടെ കയ്യിൽ പിടിച്ചിട്ട് മോളെ പ്ലീസ് അച്ഛനോട് ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവരാരും അത് മെയിൻറ്റ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് വെൻവെന്റിനോട് സംസാരിക്കുന്ന സീനാണ്. അന്നേരം വെൻവെൻ കിന്നിനോട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ വളരെയധികം ദേഷ്യമുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത്, കിന്നായിരുന്നുവെങ്കിൽ അവളുടെ പാട്ടും പാടി നോക്കി പോയേനെ എന്ന് വെൻവെൻ പറയുന്ന സമയത്ത് ടോങ് പറയും അതെ ഞാനാണ് കിൻ, നിങ്ങൾ വിചാരിക്കും പോലെ കിൻ മരിച്ചിട്ടില്ല എന്നും പറയും. ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശി മറുകിൽ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ മുത്തശ്ശി അങ്ങോട്ട് ദേഷ്യത്തോടെ വന്നിട്ട് അപ്പോ നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അല്ലേ, എന്റെ മകളെ കൊന്നിട്ട് നിനക്ക് എങ്ങനെ ഞങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ സാധിക്കുന്നു എന്നും പറഞ്ഞ് അവളെ പിടിച്ചു വെക്കും. അന്നേരം അങ്ങോട്ട് കിയാൻ വന്നിട്ട് വളരെ ആശ്ചര്യത്തോടു കൂടി നീ ശരിക്കും കിൻ തന്നെയാണോ, എന്നാൽ അവളത് സമ്മതിച്ചു കൊടുക്കില്ല, ഞാൻ ടോങ്ങാണ്, കിന്നിനെ നിങ്ങൾ എല്ലാവരും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊന്നുകളഞ്ഞില്ലേ എന്നും ചോദിക്കും. എന്നാൽ അവനത് കേൾക്കാതെ അവളെ കെട്ടിപ്പിടിച്ചിട്ട് നിനക്കറിയോ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും അത്രമാത്രം മിസ് ചെയ്തിരുന്നു എന്നും. മിസ്റ്റർ കിയാൻ സോറി, നിങ്ങളുടെ കിൻ ഇപ്പോൾ ജീവനോടെ ഇല്ല, ഞാൻ അവളുടെ സിസ്റ്റർ ടോങ് ആണെന്ന് പറയും. ഇത് കേട്ട് വളരെ സങ്കടത്തോടെ അവൻ അവളിൽ നിന്ന് മാറി നിൽക്കും. അന്നേരം മുത്തശ്ശി വന്നിട്ട് മോനെ ഇവളൊരു പിശാചാണ്, ഇവളെന്റെ മകളെ കൊന്നവളാണെന്നും പറഞ്ഞ് അവളുടെ മുഖത്തടിക്കാൻ നിൽക്കും. അന്നേരം അവിടെ കിയാൻ വന്നു നിന്നതും അടികൊള്ളുന്നത് അവനായിരിക്കും. അങ്ങനെ അവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ടോങ്ങിനെ ജിന്നിന്റെ കോള് വരുന്നത്. റേൻറേനെ കണ്ടെത്തിയിരിക്കുന്നു എന്നും ഞാൻ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു എന്നും ജിൻ പറയും. ഇത് കേട്ട് ടോങ്ങിന്റെ പിറകെ മുത്തശ്ശിയും കിയാനും വെൻവെനും ഒക്കെ പോകും. വെൻവിനിന് ഇനി ചത്താ മതി എന്ന അവസ്ഥയാണ്. റേൻറേനോട് ടോങ് സംസാരിക്കാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി അവളെ കൈത്തട്ടി മാറ്റും. നീ ഇനിയും എന്റെ മകളെ ഉപദ്രവിക്കരുത് എന്ന് പറയും. അന്നേരം ഇത് കേട്ട് റേൻ അമ്മയെ ചേട്ടാ എന്ന് വിളിച്ച് വളരെ ബുദ്ധിമുട്ടോടുകൂടി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് കിയാനല്ല, വെൻവെനിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതേ അവളാണെന്ന് പറയും. ഇത് കേട്ട് മുത്തശ്ശിയും കിയാനും അവളുടെ അടുത്തിട്ട് പോയിട്ട് അവളെ നല്ലോണം പൊരിക്കും. എന്നിട്ട് നല്ല അടിയും കൊടുത്ത് അവളെ അവിടുന്ന് വിടും. ശേഷം മുത്തശ്ശി മകളോടെ അപ്പോ നിന്റെ ഹാർട്ടാണോ കിയാന്റെ ശരീരത്തിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതേ എന്ന് പറയും. ഉടനെ കിയാൻ കിന്നിനോട് സോറി പറയാൻ നിന്നെങ്കിലും കിൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് കിൻ അടിപൊളിയായി വെഡിങ് ഡ്രസ്സിൽ വരുന്ന സീനാണ്. അമ്മയെ കണ്ട് ചേൻസ് വോ അമ്മ എന്ത് സുന്ദരിയായിട്ടുണ്ടെന്ന് പറയും. കൂടെ ജിന്നും വന്നിട്ട് അവളുടെ നെറ്റിൽ ഒരു ചുംബനം കൊടുക്കും. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി ക്യാനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ അങ്ങോട്ട് ക്യാൻ വരും. എന്നിട്ട് ചേൻസിയോട് മോളെ നീ വാ അച്ഛനെ കൂടെ വാ എന്ന് പറയും. പക്ഷെ ചേൻസി പേടിച്ചിട്ട് അവന്റെ കൈ തട്ടി മാറ്റും. കൂടാതെ കിന്നിന്റെ കൈ പിടിച്ചിട്ടും നീയും മകളും എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ രണ്ടാളും തിരിച്ച് എന്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്ന് യാചിച്ചു പറയും. പക്ഷെ അവൾ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് മിസ്റ്റർ കിൻ മരിച്ചുപോയില്ലേ, ഞാൻ ടോങ്ങാണ്, എനിക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയും. എന്നിട്ട് അവർ മൂന്നാളും അവിടുന്ന് പോകും. ശേഷം ജിൻ കിന്നിനോട് നീ ഇത് ശരിക്കും ആലോചിച്ച് തീരുമാനിച്ചത് തന്നെയാണോ, എനിക്കൊരു കുഴപ്പവുമില്ല, നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ നീ അവന്റെ കൂടെ പോയിക്കോന്ന് പറയും. അന്നേരം അവള് ഇല്ല, ഇനി എനിക്ക് പഴയ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ അത് മറക്കാൻ ശ്രമിക്കാണെന്ന് പറയും. അന്നേരം അങ്ങോട്ട് ജിന്നിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് ചേൻസിയെ കാണാനില്ല എന്ന് പറയും. അവർ അന്വേഷിച്ചു പോയി നോക്കുമ്പോൾ ചേൻസിയെ വെൻവെൻ പിടിച്ചു കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ജീവിതം നശിപ്പിച്ചവളാണ് ഇനി, അതിന് കാരണം ഈ കുഞ്ഞാണെന്നും പറഞ്ഞ് ചേൻസിയെ വെൻവെൻ കത്തിക്കൊണ്ട് കുത്താൻ നിൽക്കവേ കൃത്യസമയത്ത് ക്യാൻ വന്ന് തടഞ്ഞ് ആ കുത്ത് ക്യാനേൽക്കുകയും ചെയ്യും. ശേഷം വെൻവെൻ ക്യാൻ ഞാൻ നിന്നെയല്ല കുത്തിയത്, സോറി എന്നൊക്കെ പറയും. ചേൻസിയും ഓടി വന്നിട്ട് അച്ഛൻ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കരയും. ഇല്ല മോളെ, നിനക്ക് വേണ്ടി എനിക്കൊന്നും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ജീവൻ കൊടുത്തേലും എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയും. കൂടാതെ അവൻ വേദന സഹിച്ചുകൊണ്ട് കിന്നിനോടും നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എല്ലാം മാപ്പാക്കണമെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ വീഴും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ സീനാണ്. ഇവിടെ ചേൻസി അമ്മയെന്തേ അച്ഛൻ എണീറ്റെന്നും പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ഓടും. കിയാനും എണീറ്റിട്ട് എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. എന്നിട്ട് കിന്നിനോട് ഇതുവരെ എന്താ സംഭവിച്ചത് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഹേ നോ മിസ്റ്റർ ഹസ്ബൻഡ്, ഇനി നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് മൂവി ഇവിടെ അവസാനിക്കുന്നു. മൂവി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല മൂവിയായിട്ട് ഞാൻ വരുന്നതാണ്. ബൈ.